മാന്യപ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. കാരണം ഒരുപാട് നാളായി വരണം വരണം കാണണം കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ നന്ദിനി എന്ന് വിളിക്കുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ മറ്റ് ഒട്ടേറെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അവരുടെ പ്രൊഫൈലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് ഇവർ കൃത്യമായിട്ട് സുപരിചിതയാണ്. അത്തരത്തിലുള്ള രാജ നന്ദിനി ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും രാജ ചേച്ചി നമസ്കാരം. നമസ്തേ. രാജയുടെ പ്രൊഫൈൽ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് മുതലേ കാണുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ട്രാവലിംഗ് യാത്രകൾ ഒരുപാട് കാണാറുണ്ട്. ഈ യാത്രയ്ക്ക് ശേഷം അവിടെ നിന്നുള്ള ഒരുപാട് വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു യാത്രാ മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ട് എത്ര വർഷമായി, എങ്ങനെയാണ് എത്തുന്നത്? സത്യം പറയട്ടെ, ഈ കുടുംബജീവിതം കഠിനമാണ്. എല്ലാ അമ്മമാരോടും ചോദിച്ചാലും അറിയാം. അപ്പൊ കുട്ടികളൊക്കെ വളർന്ന് അവരുടെ കല്യാണം, മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനി എന്റെ യാത്ര എന്നിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ 15 വർഷം മുമ്പാണ് ആദ്യമായിട്ട് കൈലാസത്തിലേക്കാ പോയത്. ശേഷം ഹിമാലയം കണ്ടതാണോന്ന് അറിയില്ല. പിന്നീട് അങ്ങോട്ട് ഹിമാലയം എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നു. ആ യാത്ര പിന്നെ ഗ്രാമങ്ങളിലേക്കായി. അങ്ങനെ ഈ 15 വർഷം കൊണ്ട് തികച്ചും ഒറ്റയ്ക്ക് കേട്ടോ. ഏകദേശം എന്റെ ഭാരതം കണ്ടു കഴിയാൻ ഈ ജന്മം തീരില്ല. പക്ഷെ ഒരുവിധം നമ്മൾ കണ്ടു, തൊട്ടറിഞ്ഞു അല്ലെ? തൊട്ടറിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ കാശ്മീരിലാണ്. അവിടെ 29 തവണ പോയി, ഇപ്പൊ 30ാമത്തെ തവണയായിട്ട് പോകാൻ പോവാണ്. എന്താ വെച്ചാൽ ആൾക്കാർക്ക് എത്തിപ്പെടാനും പിന്നെ പേടിയുള്ളൊരു സ്ഥലമല്ലേ. എന്നാ പിന്നെ അതിന്റെ എല്ലാം ചരിത്രങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് പറയാം, അവരുടെ ഭയം മാറ്റാം. ഇത്രയും മനോഹരമായ സ്ഥലത്തേക്ക് അവര് പോട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടില്ലേ? കൊണ്ടുപോയി. അത് എന്താ വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ 9 വർഷം ഈ ഹോട്ടലില് താമസിക്കുന്നതിന് എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അവരെന്നെ ഹെൽപ്പ് ചെയ്തത് ഇത് കാരണമാണ്. ഈ ഒരു തീവ്രവാദം, അവിടുത്തെ രാഷ്ട്രീയം, അവിടുത്തെ സംസ്കാരം ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചറിയേ. നേരിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം എഴുതിയാൽ മതി. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും ഉറുദു മാത്രം സംസാരിക്കുന്ന അവിടെ കാട്ടില് പോയി താമസിക്കുക, എല്ലാം ആ ലോക്കൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതിനു വേണ്ടി പോകുമ്പോ ഒരു തവണ ആളുകൾക്ക് അറിയാം, ഒരു തവണ പോയാൽ തന്നെ ഒരു 50,000 മിനിമം ചെലവാകുന്ന സ്ഥലത്തേക്ക് 29 തവണ പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ അവര് പറഞ്ഞു പൈസ ഹോട്ടലില് ഇത് വേണ്ട, ബാക്കി എക്സ്പെൻസ് നോക്കിയാൽ മതി. അപ്പൊ എനിക്ക് തിരിച്ചാ ഹോട്ടലിനോട് ഒരു കടപ്പാടായി. ഏകദേശം 9 വർഷം കൊണ്ട് എന്റെ യാത്ര ഈ ബുക്ക് എഴുതി തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പാക്കേജ് ടൂർ അങ്ങനെയൊന്നുമല്ല. എന്റെ കൂട്ടുകാർ, എന്റെ കൂടെ വരുന്നവരെ ഹോട്ടലാണ് അത് ചെയ്യണേ, ഞാൻ അതിന്റെ മീഡിയേറ്റർ മാത്രം. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ യാത്രയിൽ കണ്ട ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ്ബുക്കായാലും മറ്റുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും. അതെ, ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ. അതിന്റെ എനിക്കറിയില്ല, എന്റെ ലൈഫിൽ ഞാൻ മാക്സിമം ട്രൂത്തിന് വേണ്ടി അതിന്റെ ഫോളോവറാണ് ഞാൻ. അപ്പൊ ഈ മായം ചേർത്ത ഓരോ സാധനങ്ങളും അതിന്റെ വിപണനമൊക്കെ കണ്ടു മടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ സോഴ്സ്, അത് യാദൃശികമായി എത്തിപ്പെട്ടതാണ്. ഒരു ചരിത്രം തേടി പോയപ്പോഴാണ് കുങ്കുമ കർഷകരുടെ അടുത്ത് എത്തിയതും ശിലാജിത്തിന്റെ അവിടെ എത്തിയതും. അപ്പൊ ഇതൊക്കെ ഞാൻ എങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതായിരുന്നു എന്റെ. കുറെ മടിയിൽ കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അല്ലെ? ശിലാജിത്തിനെ കുറിച്ച്, അതുപോലെ കുങ്കുമപ്പൂവൊക്കെ ഉണ്ട്. ഇത് എന്താണ് ഇത് ഓരോ സാധനങ്ങൾ? നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. അതിന്റെ ഗുണങ്ങൾ എന്താണ്? ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്? ഇഷ്ടംപോലെ മായം ചേർക്കലാണല്ലോ ഉള്ളത് എല്ലാ മേഖലയിലും. വെളിച്ചെണ്ണ മുതൽ എല്ലാ മേഖലയിലും മായം ചേർക്കല. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. അതാണ് എന്റെ ഉദ്ദേശവും. ഞാൻ ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളല്ല. പക്ഷെ ഈ സഫ്രോണിന്റെ ബിസിനസ്സിലേക്ക് വരാൻ കാര്യം, കാശ്മീരിൽ ജനിച്ചു വളർന്നവർക്ക് പോലും ഈ ഒരു സംഭവം അറിയില്ല. ഇത് ഇങ്ങനെയാണ്, കണ്ടോ, ജട പിടിച്ചോണം, ഇതാണ് അതിന്റെ ഒറിജിനൽ ഫോം കുങ്കുമപ്പൂവിന്റെ. ഓക്കെ. അപ്പൊ ഒരു ചരിത്രം തേടി പോയപ്പോഴാണ് ഞാൻ ആ കർഷകരെ പരിചയപ്പെടുന്നതും അവരെനിക്ക് ഇത് വെച്ചിട്ടുള്ള ചായ തന്നു. പിന്നെ അപ്പൊ എനിക്ക് ഈ വൈറ്റും ഇതും എല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതെന്താ അത്. അപ്പോഴാണ് അവര് പറഞ്ഞത് ഈ സംഭവം
പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. പ്രോസസ്സ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇതാണ് കണ്ടേക്കണേ, കണ്ടോ? ഇതാണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിൽക്കി പരന്ന് അത് ഇവിടെ ഇട്ടാ മനസ്സിലാവും അത് ശരിക്കും. ഇതേ സിൽക്കി, അത് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? പിന്നെ പോയിട്ട് ഈ ഒരു സംഭവം ഉണ്ട്, ഇത് നല്ല മധുര, വേണമെങ്കിൽ ഒന്നും കഴിച്ചു നോക്കിക്കോളൂ. അത് ഉള്ളില് പോകുന്നതാണ്, അതായത് സൂര്യപ്രകാശം ഏൽക്കാത്ത, അതും പാർട്ട് ഓഫ് സാഫ്രോൺ. അപ്പൊ ഇതിന് മധുരവും ഇതിനൊരു ചവർപ്പും കൂടിയുള്ളതാണ്. പക്ഷെ ഈ രണ്ട് കോമ്പിനേഷനും ഒന്നിച്ചുണ്ടായാലേ അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ, ആ ഫലം കിട്ടുക. അതുകൊണ്ട് ഇത് എന്താണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ, ഇതില് ഇങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് അറിയാം. ഇതില് കുറച്ച് ഓയിലൊക്കെ ചേർക്കുന്നത് ഇത്തിരി തൂക്കം കൂടുതലുണ്ടാവും. ഇതാണെങ്കിൽ പക്ഷെ കുറച്ച് വെയിറ്റ്ലെസ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ നാച്ചുറൽ എന്ത് സാധനവും ചീത്തയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാവുമ്പോ പ്രോസസ് ചെയ്തുകൊണ്ട് ചീത്തയാവില്ല. പക്ഷെ പ്രോസസ് ചെയ്യുമ്പോ കളർ ചേഞ്ച് ആവും, കാരണം ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് അവര് പ്രോസസ് ചെയ്യണേ. അപ്പൊ ഈ മെറൂൺ കളർ പോയിട്ട് വേറെ കളർ ആകുമ്പോ അവര് റെഡ് കളർ ചേർക്കും. പക്ഷെ ഇത് ഒറിജിനൽ ആണ്. ഇനി പക്ക മൈദ കൊണ്ടുള്ളത് വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട. നോക്ക്, ഇതിൽ ഈ മഞ്ഞയൊക്കെയില്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതായത് നമുക്ക് ഈ പേപ്പർ എടുക്കാം, പേപ്പറിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ, അതായത് ഇതായാലും പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതങ്ങനെ സ്പ്രെഡ് ആവില്ല. ഇത് നാച്ചുറൽ കളറ്, ഇതിൽ കളർ ആഡ് ചെയ്താത്തോണ്ട് ഇത് കുറച്ച് പതുക്കെ വരുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് കാണാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കുമ്പോ ഇത് കുറച്ച് കഴിയുമ്പോ ബ്രൗൺ കളറിലേക്ക് മാറും, പിന്നെ വാനിഷ് ചെയ്യും, കളർ ഉണ്ടാവില്ല. ഇതിന് ചേഞ്ച് വരുന്നുണ്ട്. ഇത് ഒരു മാസം കഴിഞ്ഞാലും ഇത് കൂടി വരുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും അത് മഞ്ഞ കളർ കൂടി വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കെ എനിക്കത് ഭയങ്കര സങ്കടമായി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കാണിച്ചാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കമ്പനിക്ക് മാത്രമാണ് കൊടുക്കണേ, മരുന്നുണ്ടാക്കാൻ. നമ്മുടെ ആയുർവേദ വയാഗ്ര ഉണ്ടാക്കാനാണ് മെയിൻലി ഇത് ഒറിജിനൽ. പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കാനുമാണ്. അപ്പൊ ഇത് ചെയ്യണേക്കാൾ കൂടുതൽ ഇരട്ടി ഇത് ഉണ്ടെന്നാ പറയണേ ഇതിന്. ഇതൊന്ന് നോക്കാം നമുക്ക്, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ തിരിച്ചറിയുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ പ്രോസസ്ഡ് സാഫ്രോൺ. ഇത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സോറി, ഇത് പ്രോസസ് ചെയ്യാത്ത റോ ഡ്യൂപ്ലിക്കേറ്റ്. ഇനി നമ്മൾ പക്ക മൈദ കൊണ്ട് ഉണ്ടാക്കിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞാനും കണ്ടായിരുന്നു ആരോ മൈദയുടെ ഇത് പറയുന്നത്. കണ്ടോ? ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം ആണ്. വെളുത്ത നാരുണ്ട്, റെഡും ഉണ്ട്. അതാണ്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം, അപ്പൊ കാണാം അതിന്റെ. അവിടെ ഒഴിച്ചപ്പോഴേ എല്ലാം ആയി തുടങ്ങി ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ പ്രോസസ്ഡ് സാഫ്രോൺ, മൈദ സാഫ്രോൺ ആൻഡ് നമ്മുടെ സാഫ്രോൺ. ഇത് കണ്ടോ? ഇത് കുറെ നാൾ കഴിഞ്ഞിട്ട് കളറ് ഇതാവണുള്ളൂ. ഇത് പക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും വാനിഷ് ചെയ്യുകയും ചെയ്യും, ഇതിന്റെ ബ്രൗൺ കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ പക്ക കെമിക്കലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത് പതുക്കെ ഇളകേണ്ടതേ, പതുക്കെ വരുള്ളൂ, സമയെടുക്കും. അതേ സ്ഥാനത്ത് ഇതെല്ലാം ഇളകി കഴിഞ്ഞു. എങ്ങനെയാവുന്നു പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പ്രേക്ഷകർ ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ വിചാരിക്കുന്നു. ഇതാണ് പ്രോസസ് ചെയ്യാത്ത ചേച്ചി സെയിൽസ് ചെയ്യണ ആളുകൾക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒറിജിനൽ പ്രോസസ് ചെയ്യാത്ത കുങ്കുമപ്പൂവ്. ഇത് പ്രോസസ് ചെയ്താണ് അതിന്റെ അവിടെ പൂർണ്ണമായിട്ട് യെല്ലോ ആയി കഴിഞ്ഞു. ആ കളർ മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. രണ്ടിലും ഉണ്ട് നല്ല കളർ. ഇത് പക്കാ ഡ്യൂപ്ലിക്കേറ്റ്, വെറും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന വെറും നാരുകള്. ഇത് മാക്സിമം യെല്ലോ കളറിലേക്ക് എത്തിപ്പോ ഇതിന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. ഇത് വെറും മൈദ മാത്രമാണ്. ചോളത്തിന്റെ നാര് കൂട്ടുന്നുണ്ട്. ചിലതില് സാഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറും മായം ചേർക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കളർ മറ്റുള്ളതും പറഞ്ഞാൽ എനിക്ക് ദൂരം എനിക്കറിയില്ല.
ഇതിലിപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ചെറിയൊരു പതുക്കെ മാറുള്ളൂ. ഇത് ഒരു മാസം ഇരുന്നാൽ കൂടി കൂടി വരുള്ളൂ. കളർ കൂടി കളർ ഇളകുന്നില്ല, ഇളകാൻ താമസമുണ്ട്. അപ്പൊ കഴിക്കുമ്പോ പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് സാഫ്രോൺ തിരിച്ചറിയാനുള്ള വഴി. അതായത് ഒറിജിനലിന് ഇത്തരത്തിലുള്ള കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കൈ കൊണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ വ്യത്യാസം ഇപ്പൊ ഇളകി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇത് പക്ക ആയി. ഇത് കുറെ പെട്ടെന്നായി, പക്ഷെ ഇത്തിരി ഒരു ഇതുണ്ട് അല്ലെ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പ്രോസസ്ഡ് സാഫ്രോൺ ആണ്. പക്ഷെ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ പെട്ടെന്ന് തൂങ്ങും. ഒരു 1/2 കിലോ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതാണ് വരിക. പ്രോസസ് ചെയ്യാതിരിക്കുമ്പോ വെയിറ്റ് കുറയും ചെയ്യുമല്ലോ. ഇനി ഇതില് എങ്ങനെ പ്രോസസ് ചെയ്യണേന്ന് അടുത്തതിൽ ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം. കാരണം അവരെന്നോട് പലപ്പോഴും പറയും പ്രോസസ് ചെയ്യണ കാണിച്ചു തരാന്ന്. ഇതുവരെ കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോ ഞാൻ എന്തായാലും കണ്ടിട്ട് വരാം. അവർ കാണിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്താൽ മതി. തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പം പറയാനുള്ളത് ഇതിപ്പം അതില്ലാതെ വൈറ്റ് ഇല്ലാതെ കിട്ടിയാലും ഇങ്ങനെയാണ്. അതിനൊരു ഷേപ്പ്ലെസ് ആണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഷേപ്പ്ലെസ് ആണ്. കളറ് ഇത് റെഡ് കളറാണ്, ഇത് മെറൂൺ കളറാണ്. ഇതില് ഈ പറഞ്ഞ വൈറ്റിഷ് ഒന്നുമില്ല. അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ റെഡ് കളറ്, ഇത് മെറൂൺ കളറ്, ഇത് ഇങ്ങനെ ഷേപ്പ്ലെസ് ആണ്. ഇത് കുറച്ച് യൂണിഫോംഡ് ആണ് അല്ലെ, പരന്നിരിക്കുന്നു. പിന്നെ ഇതിന്റെ തുമ്പത്ത് ഇത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാം, ഒരു പോളന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ തുമ്പത്തൊക്കെ ഒരു മൈക്രോ സ്പോട്ട് ഉണ്ട്. അത് ഇതിന്റെ പൂമ്പൊടിയാണ്. ഇത് ഉഗ്രം ഉഗ്രം. അത് അവര് പറഞ്ഞു കേട്ടോ, പൂമ്പൊടി മാത്രം. ആ പൂമ്പൊടി അങ്ങനത്തെ ഒരു അമൃതിന് തുല്യാന്ന് പറയുന്നത്. ഇവരതിന് ഞാൻ ചോദിക്കുമ്പോ അവര് തരാറില്ല. ഒരു സ്പൂണും പാലിലിട്ടിട്ട് തന്നിട്ട് ഈ വർഷത്തേക്ക് ഇത് മതി എന്ന് പറയും. അങ്ങനെ. പക്ഷെ നമ്മൾ കഴിക്കുമ്പോ ഇത് കൂടെ ഉണ്ട് ഇതിനകത്ത്. ആ സ്പോട്ട് ഇതിലുണ്ടല്ലോ. പക്ഷെ ഇതിൽ നിന്ന് അത് പോകും. ഇതൊക്കെയാണ് ഈ പ്രശ്നം. അതിന്റെ ചവറാണ് എന്ന് പറയാം അല്ലെ. വേസ്റ്റ് കളർ അടിച്ച് വിടുന്നതാണെന്ന് പറയാം പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ. ഇതിൽ അതിലൊന്നും ഇല്ലല്ലോ ആ സാധനങ്ങളൊന്നും. അതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിനകത്ത് കാണില്ല. അതാണോ ഉള്ള വ്യത്യാസം. ഇതെന്ന് പറഞ്ഞാ ശിലാജിത്ത്. എന്താ ശിലാജിത്ത് എന്ന് പറഞ്ഞാല്? ശിലാജിത്ത് എന്ന് പറഞ്ഞാൽ കന്മതാണ്. കന്മതം. അത് എങ്ങനെ ഉണ്ടാവണെന്ന് വെച്ചാല് ഈ പാറ ഉള്ളിപ്പിടഞ്ഞ് നൂറ്റാണ്ടുകളോളം ഇരുന്നിട്ട് അത് ഛർദിക്കുന്ന പാറയുടെ ഒരു എസൻസ് ആണ് ഈ സാധനം, ശിലാജിത്ത് അഥവാ കന്മതം. നമ്മുടെ ആയുർവേദത്തില് കായകൽപ്പം ചികിത്സ കേട്ടിട്ടുണ്ടോ? യൗവനം തിരിച്ചു വരുന്ന ഒരു ബാല്യത്തിലേക്ക് പോകുന്നൊക്കെയാണ് പറയണത്. പല്ലുപോലും കൊഴിഞ്ഞു പോയിട്ട് അതിലെ പ്രധാന വില്ലൻ എന്ന് പറയാ ഇതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പിന്നിലും അപ്പൊ ഇത് ഞാൻ കേട്ടപ്പോ ഇതിനെ കുറിച്ച് മൗണ്ടനിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ സമ്പത്തുകളാണെന്ന് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ ശിലാജിത്ത് പറഞ്ഞു. പിന്നെ ഈ വേറെ ഇടിവെട്ട് കൊണ്ടിട്ട് എന്തോ ഒരു അതൊക്കെ അവര് പറഞ്ഞു തന്നു. ഞാൻ മറന്നുപോയി ശരിക്കും. അങ്ങനത്തെ ഒക്കെ. പിന്നെ മൗണ്ടൻ കോറൽസ്, പിന്നെ ഡയമണ്ട്സ്. ഈ അത്ര ക്വാളിറ്റി ഡയമണ്ട്സ് അല്ലാത്തത് ക്വാളിറ്റി ഡയമണ്ട്സ് ഉള്ളതും ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെയാ വെച്ചാ ഒരു മൗണ്ടൻ ഇങ്ങനെ ഇട്ട് അതിനൊരു വിടവ് പോലെ ഉണ്ടാവും. അത് വേറൊരു സയന്റിസ്റ്റ് ആട്ടോ പറഞ്ഞത് യാത്രക്കിടയില്. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കോറൽസ് ഉണ്ടാവുക. അപ്പൊ അത് ഒരിക്കൽ ഞങ്ങൾ കണ്ടു. അതൊക്കെ പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കാൻ പ്രയാസം. അതുകൊണ്ട് അത് അത്രയും മഞ്ഞും ശ്വാസം കിട്ടാത്ത ചില ഏരിയ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ ഇത്തരം സമ്പത്തുകൾ കാണാം. അപ്പം ആ വഴി കൂടെ സഞ്ചരിച്ചപ്പോ നമ്മളുടെ സുഹൃത്ത്, കാശ്മീരിലുള്ള സുഹൃത്ത് തന്നെ പറഞ്ഞ എന്തെങ്കിലും തിളങ്ങുന്ന വസ്തു കണ്ടാല് നോക്കിക്കൊള്ളണം, അവിടെയൊക്കെ ഇത് കാണാറുണ്ടെന്ന്. ഓപ്പൺ ആയിട്ടും ചിലപ്പോഴൊക്കെ. അതൊക്കെ അത് ഒത്തിരി ഉണ്ട്. അത് അങ്ങനെ പിന്നെ പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഞാൻ ഇതിനെ അന്വേഷിച്ചു. എനിക്ക് അങ്ങനെ ഈ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചു. കന്മതം അതും പറഞ്ഞ് തന്നതാണ്. കല്ല്. ഇതിനൊരു മണോ വേറൊരു മണ. ഓക്കെ. അത് കഴിഞ്ഞ് ഇത് കിട്ടി. പക്ക ശർക്കര മണം. അതങ്ങനെ ഒരു ഈ കണ്ടാലറിയാം കളറും അങ്ങനെ അതങ്ങനെ കിട്ടി.
അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സുഹൃത്ത് തന്നെ കഷ്ടവാറിലുള്ള ഒരു ഗുജ്ജർ എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാരാ. ഇവരാണ് ഇത് കളക്ട് ചെയ്യണത്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഈ മൗണ്ടന്റെ ഗുഹകൾ ഉണ്ടാവും. കേവ്സിന്റെ ഉള്ളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം എയറില് ഇതായി കഴിയുമ്പോഴത്തേക്ക് അത് മെൽട്ടാവാൻ തുടങ്ങും. പിന്നെ മഞ്ഞുള്ളതുകൊണ്ട് മെൽട്ടാവില്ല, പക്ഷെ മഴയൊക്കെ വരുമോ അല്ലെങ്കിൽ ഇത് ഒലിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ മൗണ്ടന്റെ നദികളില് നമ്മളത് കുടിച്ചാൽ നല്ലതാന്ന് പറയുന്നതിന്റെ പിന്നില് അതില് കന്മദം ഉണ്ടാവും, മറ്റ് ഒരുപാട് ഔഷധ സസ്യങ്ങളിൽ തട്ടി ഒഴുകുന്ന വെള്ളമാണ്. ഞാൻ ഇപ്പോഴും അങ്ങോട്ടൊക്കെ പോകുമ്പോ വെള്ളം തൊട്ട് കുടിക്കും അരുവിന്നൊക്കെ കേട്ടോ. അപ്പൊ പറഞ്ഞുള്ളത് അങ്ങനെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ടും ഇതിലെന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവര് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ 100 ഗ്രാം ബോക്സ് എയർ ടൈറ്റ് ആയതാണ് തരിക അവര്. നമ്മളിത് ഒറിജിനൽ കുതിരാലയത്തിൽ പോയ മണാണ് നോക്ക്. ശിലാജിത്ത് അടുത്തുള്ള കുതിരയുടെ ആദ്യം വരിക. അതായത് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ മൗണ്ടനിയറിങ്ങിന് പോകുന്നവര്, ആർമിക്കാര്, ഗുജ്ജർമാര് ഇത് എടുക്കാൻ പോകുന്നവര്, ഗുജ്ജർമാർക്ക് മൗണ്ടനിൽ ആണല്ലോ അവരുടെ ജോലി. അപ്പൊ അവരൊക്കെയാണ് ഇത് മുമ്പ് കഴിച്ചു തുടങ്ങിയത്. പിന്നീടാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ ഇത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയാ ഇതുപോലെ അത് മെൽറ്റ് ആവാൻ തുടങ്ങും. കണ്ടോ, മെൽറ്റ് ആവാൻ തുടങ്ങി. ഇങ്ങനെ ഇതിലുണ്ടാ ക്രീം കണ്ടോ, ഇത് ക്രീം. അപ്പൊ ഇത് ഒരിക്കലും ഇങ്ങനെ ശർക്കരയുടെ പോലെ ഇങ്ങനെ നീളം വെക്കൊന്നുമില്ല. ഒരു ക്രീം പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് നക്കി നോക്കി ഭയങ്കര കയ്പായിരിക്കും, ഭയങ്കര കയ്പായിരിക്കും. പക്ഷെ ഇത് ഒരു ദിവസത്തേക്കുള്ളതാ. ഒരു അരിമണിയോളെ കഴിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം വരുന്നതായി കേട്ടോ. അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ യുവത്വം നിലനിർത്താൻ, ലൈംഗിക ശേഷി കൂടാൻ, ഞരമ്പ് തളർന്നവരുടെ, വാർദ്ധക്യം ബാധിച്ചവര്, ഇത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ യൗവനത്തിന്റെ ചികിത്സയിലാണ് അത് കൂടുതലും ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള മാർഗം ഇതൊക്കെ തന്നെ. ഒരു ക്രീം രൂപത്തിലേക്ക് സ്മെല്ല് ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര ഉരുക്കിയ മണം. പിന്നെ അത് തന്നെയല്ല, ഇത് വ്യത്യാസം. ജസ്റ്റ് ഒന്ന് നാവത്ത് വെച്ച് നോക്കി, ഇതിന് മധുരം ഉണ്ടാവും. കിട്ടിയോ? ശർക്കരയുടെ മധുരം പോലെ തന്നെ. മധുരം വരുന്നില്ലേ? ശർക്കര ഉരുക്കിയ ശർക്കരയുടെ മധുരം അല്ലാണ്ട് പിന്നെ വേറെ ശർക്കരയാണെങ്കിൽ വേണ്ടില്ല, ഡേഞ്ചറസ് അല്ല. ഇതില് കരിയും കൂടി ചേർക്കും, ഈ കളർ ചേഞ്ച് ആവാതെ കറുപ്പിലേക്ക് വരണ്ടേ, മറ്റത് കറുപ്പാണല്ലോ. ഇനി വേറൊരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 തരത്തിലുള്ള കന്മദമുണ്ട്. ഒന്ന് കോപ്പറിന്റെ, ഒന്ന് സ്വർണത്തിന്റെ, ഒന്ന് അയേണിന്റെ. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. മോസ്റ്റ്ലി നമുക്ക് കിട്ടുക അയേണാണ്. ഈ പ്രാവശ്യം എനിക്ക് കോപ്പറിന്റെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയാം, മുകളിൽ ഇങ്ങനെ പാട പോലെ, ഇത് ക്രീം ആവുമ്പോഴത്തേക്കും പാട പോലെ ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ശിലാജിത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്കിതിന്റെ ഞാൻ എന്തു കൂട്ടും ചെയ്യുമ്പോ എനിക്ക് അനുഭവിക്കണം. പറയുകയാണെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. അങ്ങനെ നോക്കുമ്പോ എന്റെ ഹസ്ബൻഡിന് 3 തവണ സ്ട്രോക്ക് വന്നതാണ്. പിന്നെ ഇത് കൊടുത്തു. ഇത് കൊടുത്ത പിന്നെ ഇന്നേ വരെ അങ്ങനെ സ്ട്രോക്കിന്റെ ഒരു ഇതില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയായിരുന്നു, പറഞ്ഞാൽ തിരിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറി. അത് കഴിഞ്ഞ് എന്റെ ചേച്ചി 3 മാസം കിടന്ന കിടപ്പായിരുന്നു. സ്പൈനലിന് ഒരു വീഴ്ചയിൽ പറ്റിയത്. ചേച്ചി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ചേച്ചിയുടെ കാലിന് പ്രശ്നം, നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് കൊണ്ടു കൊടുത്തു. ചേച്ചി ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് അതില് ബാക്കി ഉണ്ടായിരുന്നത് വേറൊരു ബന്ധുവിന് കൊടുത്തു. അപ്പൊ അവർക്കും ക്യൂർ ആയിട്ടുണ്ട്. ഇതാണ് എന്റെ അനുഭവം. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കുന്നല്ലാണ്ട് നമുക്ക് മൗണ്ടനിയറിങ്ങിന് ഇപ്പോഴും പോകാനുള്ള ചുരമാണല്ലോ. അപ്പൊ ഒരു സീനിയർ സിറ്റിസൺ ആണ്. പക്ഷെ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രഭാവം കൊണ്ടാണോന്നറിയില്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ തവണയും കൂടി വിചാരിച്ചിട്ട് നടന്നതല്ല, വഴി തെറ്റി പോയിട്ട് മൗണ്ടൻ കയറേണ്ടി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, ഇപ്പോഴും വേണമെങ്കിൽ ഉണ്ട്. അപ്പൊ ഭയങ്കര കയ്പ്. ഇത്രയാണ് ഈ 2 പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇത് കായകൽപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില ആയുർവേദ ഷോപ്പുകളിലും മേടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് വൃദ്ധന്മാർക്ക് കായകൽപ്പം ഇപ്പൊ ചെയ്യണില്ല, കായ ചികിത്സ എന്നുള്ള പേരിലാണ്. കായകൽപ്പം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇരുട്ടറയിൽ ഇരിക്കും, എന്തൊക്കെ വേണം.
പക്ഷെ അതിലവര് കായ കന്മത രസായനം എല്ലാ ദിവസവും കൊടുക്കും. ആ വാർദ്ധക്യത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു രസായനം. നമ്മളിത് കഴിക്കുവാണെങ്കിൽ പാലൊരു കോമ്പിനേഷൻ അതിന്റെ. പാല് ഇഷ്ടമല്ലാത്തവർക്ക് 2 ടീസ്പൂൺ പാല് വെള്ളത്തിൽ ചേർത്ത് അതിൽ വേണമെങ്കിൽ കഴിക്കാം. ഒരു അരിമണിയോളം അല്ലെങ്കിൽ ഒരു നെന്മണിയോളം. നല്ല ആരോഗ്യമുള്ളവർക്ക് നെന്മണിയോളം, വാർദ്ധക്യം ഒരുപാടുള്ളവർക്ക് അരിമണിയോളം മതി. അതേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. 3 മാസം റെഗുലർ ആയിട്ട് കഴിച്ചാൽ അതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവാൻ പറ്റും. അതാണ് ഈ കന്മദത്തിന്റെ ഇതും യൂത്ത് നിലനിർത്താന്, ആന്റി ക്യാൻസറസ് ആണ്, കാർഡിയാക് സപ്പോർട്ടാണ്. ഏത് കുങ്കുമപ്പൂ ഈ ഗർഭിണികളൊക്കെ കഴിക്കാറുണ്ടല്ലോ, കൊച്ചു കളർ വെക്കുന്നു പറഞ്ഞിട്ട് അല്ലെ? അതൊരു മിത്താണ് ശരിക്കും പറഞ്ഞാല്. കാരണം ഇവർക്ക് എങ്ങനത്തെ കിട്ടണേ ഗർഭിണികൾ കഴിക്കണത് ഇനിയും കെമിക്കൽ ചേർന്നാണോ എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കഴിക്കാതിരിക്കുക. കാരണം ഇതൊരു വാമപ്പാവണ സാധനമാണ്. അത്രയും ചൂട് കുട്ടിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ ഹംബിൾ റിക്വസ്റ്റ്, എല്ലാവരും മുലയൂട്ടുന്ന അമ്മമാര് കഴിക്കുക. അങ്ങനെ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടികള് നല്ല കുഞ്ഞിന് കിട്ടുക. അമ്മയുടെ മുളപ്പാല് ഫിൽറ്റർ ചെയ്തേ എന്ത് സാധനവും ഫിൽറ്റർ ചെയ്തേ വരുള്ളൂ. കാരണം ഇത് വയാഗ്രയാണ്. ഒരു ഗർഭിണിക്ക് വയാഗ്ര കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വയാഗ്ര കണ്ടന്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഉണ്ട് ഒത്തിരി. അപ്പൊ ഇത് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ് ഈ വയാഗ്ര. ബാക്കിയൊക്കെ ഒത്തിരി ഉണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇപ്പൊ കിട്ടുമല്ലോ. അപ്പൊ എന്റെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഫുഡിന്റെ ഒരു നമ്മുടെ ഒരു ഡെയിലി ലൈഫില് ഈ സാഫ്രോണും ശിലാജിത്ത് ഞാൻ പറയണേ അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഈ സ്റ്റാമിന കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്കും കഴിക്കാം. ഇത് നമ്മുടെ ഫുഡിൽ ചേർത്ത് ഒരു പതിവായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? റെസിസ്റ്റിംഗ് പവർ കിട്ടണം, ഇമ്മ്യൂണിറ്റി കൂടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായതാണ് ഈ കുങ്കുമപ്പൂ. അപ്പൊ അത് ശീലമാക്കിയാല് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഗർഭിണികൾ കഴിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇത് റിച്ച് ആൾക്കാർക്കുള്ളതാണ്, അങ്ങനെയൊന്നുമില്ല. ഈ കാരണം ഇത് ശരിക്കും പറഞ്ഞ ഒരു നാര് മതി ഒരു ദിവസം ഒരാൾക്ക്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു തണ്ടില് 3 കമരയായിട്ടാണ് ഇത് നിൽക്കണേ. കണ്ടോ ലോലാക്ക്, കണ്ടോ? ഇത്രയേ ആവശ്യമുള്ളൂ ഒരാൾക്ക്. അപ്പൊ പിന്നെ എന്താ നമുക്കിപ്പോ ഇത്രയും ലൈഫില് അസുഖമില്ലാണ്ടിരുന്നാ പോരെ? ആശുപത്രി കൊടുക്കുന്ന പൈസ ഇത് വാങ്ങാൻ ഒന്നുകൂടെ ഫലവത്തുമാണ്. അപ്പൊ ഞാനിതിൽ വളരെ സംതൃപ്തിയാണ്. എന്താ വെച്ചാൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണം കേട്ടോ. റീറ്റെയിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സമയം. അതാണ് ഞാനപ്പോ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത്. അതിന് പ്രേക്ഷകരെ, അപ്പൊ ഇവിടെ കുങ്കുമപ്പൂവിന്റെയും ശിലാജിത്ത് എന്ന് വിളിക്കുന്ന നമ്മളെ കന്മദത്തിന്റെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥ എങ്ങനെയെന്നുള്ളതും അതിന്റെ ആ ഒരു മായം ചേർക്കൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ രാജേച്ചി അത് വിശദീകരിച്ചു. ഇനി രാജേച്ചിയെ ബന്ധപ്പെടാനുള്ള ഒരു മൊബൈൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക. നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഓരോരുത്തരും നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 24 hours അതിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു പ്രത്യേക സ്വഭാവം നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ട്. അത് ദയവ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് കോളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ചേച്ചി തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കോൾ ചെയ്ത് ശല്യപ്പെടുത്തരുത്. നിങ്ങളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് സമയം പിടിച്ചിട്ടായാലും കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും. മെസ്സേജ് ഇട്ട ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ വേണമെന്ന് വാശി പിടിക്കരുത്. എന്തായാലും റിപ്ലൈ കിട്ടും. അപ്പൊ ഒരു വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വാട്സപ്പിലൂടെ മാത്രം മെസ്സേജ് ഇടുക. എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ. ഇനി അറിയാനാണെന്ന് പറഞ്ഞു കണ്ട് ഒരുപാട് വോയിസ് ഇട്ടുകൊണ്ട് ശല്യപ്പെടുത്തരുത്. അവരുടെ സമയത്തിന്റെ ആ ഒരു മൂല്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബഹുമാനത്തോടെ അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ആവണം. അത് നമ്പർ തരുമ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു, ചാനലിൽ ഒരു നമ്പർ തരികയാണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ നമ്പറാണ് എന്നുള്ളത് കാണുമ്പോൾ ഒരുപാട് സൂക്കേടുകാരൊക്കെ ഉണ്ടായിരിക്കും, പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത്തരം സൂക്കേടുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട് എന്ന് അത് താക്കീതോടെ തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ചേച്ചി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രേക്ഷകർക്കൊക്കെ ആവശ്യക്കാർക്കൊക്കെ എന്തായാലും നൽകാൻ ചേച്ചിക്ക് ആവട്ടെ. നല്ല രീതിയിൽ ആളുകളിലേക്ക് ഇതൊക്കെ ചെല്ലട്ടെ. കാരണം ഇതൊക്കെ സാധാരണക്കാരിലേക്കും എത്തണം. വലിയ പൈസക്കാർക്ക് മാത്രമല്ല ഇത് ഉപയോഗിക്കാനാവുക എന്നുള്ളത് എന്തായാലും ചേച്ചി തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കുറച്ച് കാലത്തിനിടയ്ക്ക് തന്നെ. എന്തായാലും ഒരുപാട് നന്ദി. നമസ്തേ. പ്രേക്ഷകർക്കും എന്റെ നമസ്തേ. ഇത് മൈദയാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ?
ഇനി പ്രോസസ് ചെയ്തത്. പ്രോസസ്. ഇനി ഒറിജിനൽ പ്രോസസ് ചെയ്യാത്തത്. ഇനി ഇതിൽ വെള്ളം ഒറ്റിക്കുക അല്ലേ? ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ട് പോയില്ല. ഇല്ല, അപ്പം തന്നെ എല്ലോ ആവുന്നുണ്ട് ഇപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ഇത് കണ്ടില്ല പ്രേക്ഷകരെ? ഇത് കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വെറും മൈദ. അതിൽ കളർ ചേർത്ത് ആ കളർ ഇളകുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി ഇത് പ്രോസസ്സ് ചെയ്താണ്. അതും ഏകദേശം ആ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോസസ്സിങ്ങിലും മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി കണ്ടോ, ഒന്നും ചെയ്യാത്ത, പ്രോസസ്സ് ചെയ്യാത്തത്. അതിലൊരു കളറിൻ്റെ ചേഞ്ചും അറിയാൻ പറ്റില്ല. കുറേ സമയം വെക്കുന്നതോറും അതിൻ്റെ റെഡ്, അതിൻ്റെ ആ സിൽക്കി കളർ കൂടുമെന്നല്ലാതെ ഒരു മായം കളറും നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. വെള്ളം മാത്രം ഉറ്റിച്ചാൽ മതി. കണ്ടില്ലേ? മൈദയുടെ അല്ലേ? അതങ്ങനെ അങ്ങോട്ട് എല്ലാം ചാലിച്ച് നമ്മളെ അരച്ച് അവർ കാണിച്ചു തരും കേട്ടോ. മാവ് പോലെ ആയി അത്. ഇനി ഇത് അല്ലെങ്കിൽ തന്നെ ഇളകി കണ്ടോ. മെൽറ്റ് ആവും അത് പെട്ടെന്ന്. ഇനി പ്രോസസ് ചെയ്യാത്തത് നാരായിട്ട് തന്നെ നിൽക്കും. മരം പോലെ ഇരിക്കുക. എന്താ നമ്മൾ അത്രയും ഉണക്കും. ഇത് തിളപ്പിക്കണം ശരിക്കും, എന്നാലേ വരുള്ളൂ. ഇളകി തുടങ്ങി കണ്ടോ, പക്ഷെ സമയം എടുക്കും. ഇതാണ് വ്യത്യാസം. അതെ.